രാമചന്ദ്രൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകല് അസാധാരണമായ ദൈവ പ്രവൃത്തി, ಒಂದು ಅಸಾಧಾರಣವಾದ ದೇವರ ಶಕ್ತಿ. ഇന്ന് പകല് യേശു നിന്നെ തൊടുന്നു എന്ന് യേശു ಇಂದು ನಿನ್ನ ಬೆಳಗಿನ ವೇಳೆಯಲ್ಲಿ ಮುಟ್ತಾ ಇದ್ದಾನೆ. ആത്മാവനോട് പറയുന്നു, ದೇವರಾತ್ಮ ಹೇಳ್ತಾ ಇದ್ದಾನೆ, നീ സകലതും തകർന്ന് ഉടഞ്ഞാ നിൽക്കുന്നത്. ನೀನು ಎಲ್ಲ ಕಳಕೊಂಡು ಒಡೆಯಲ್ಪಟ್ಟು ನಿಂತಿದ್ದಿ. ഞാൻ ദൈവാത്മാവിൽ കാണുന്ന ഒരു കാഴ്ച, ದೇವರಾತ್ಮನಿಗೆ ತೋರಿಸುವ ದೃಶ್ಯ, അദ്ദേഹത്തിന്റെ കാലിന്റെ മുട്ടിനകത്തുണ്ടാവുന്ന ഒരു പെയിൻ ദൈവാത്മാവിനെ ಗಂಟು ಈ ಗಂಟಲಿನಲ್ಲಿ ನಿಮಗೆ ನೋವಿದೆ, കാൽ മുട്ടിനകത്ത് ಕಾಲಿನ ಗಂಟುನಲ್ಲಿ ദൈവ സൗഖ്യമാക്കി കഴിഞ്ഞു. ದೇವರು ನಿಮ್ಮನ್ನು ಸ್ವಸ್ಥಪಡಿಸ್ತಾ ಇದ್ದಾನೆ. ശരീരത്തിലെ സകല പെയിനുകളെയും, ನಿನ್ನ ಎಲ್ಲ ಸಮಸ್ಯೆಗಳನ್ನು, നിന്റെ ഫൈനാൻഷ്യൽ പ്രോബ്ലങ്ങൾ, ನಿನ್ನ ಹಣಕಾಸಿನ ಸಮಸ್ಯೆಯನ್ನು, നീ ಪರಿಪೂರ್ಣ പരാജയമായിട്ട് എന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത്, ನೀನು ಸೋತು ಹೋಗಿ ಎಲ್ಲವನ್ನು ಕಳಕೊಂಡವನಾಗಿ ನಿಂತಿದ್ದಿ, എല്ലാവരും തള്ളപ്പെട്ടവനായിട്ടാണ് നീ ಎಲ್ಲರಿಂದ ತಳ್ಳಲ್ಪಟ್ಟವನಾಗಿ ನಿಂತಿದ್ದಿ. ರಾಮಚಂದ್ರ, ദൈവം ഇന്ന് നിന്നെ വിടുവിക്കാൻ പോകുന്നു. ದೇವರಿಂದ ನಿನ್ನನ್ನು ಬಿಡಿಸ್ತಾ ಇದ್ದಾನೆ. ഇതുവരെ കാണാത്ത നന്മകൾ, ಇದುವರೆಗೆ ಕಾಣದೇ ಇರುವಂತಹ ಆಶೀರ್ವಾದಗಳು, നിനക്ക് വിരോധമായി അടയപ്പെട്ട സകല വാതിലുകളെയും, ನಿನಗೆ ವಿರೋಧವಾಗಿ ಮುಚ್ಚಲ್ಪಟ್ಟ ಎಲ್ಲ ಬಾಗಿಲುಗಳು ദൈവം ഇന്ന് പകലെ തുറക്കുന്നു എന്ന് ದೇವರು ಹಗಲಿನ ವೇಳೆಯಲ್ಲಿ ತೆರೀತಾ ಇದ್ದಾನೆ. പരിശുദ്ധാത്മാവ് ഈ പകല് പ്രവചി പറയുന്നു. പരിശുദ്ധാത്മനെ ഹഗലിನ ಮೇಲೆಯಲ್ಲಿ ಪ್ರವಾದಿಸುತ್ತಿದ್ದಾನೆ. ഹല്ലേലൂയ. ಪ್ರಾರ್ಥಿಸಿ. ഒരു വർഷിണി എന്ന് പേരുള്ള കുഞ്ഞ് സൗഖ്യമാകുന്നു. ಒಂದು ವರ್ಷಿಣಿ ಎಂಬುದಾಗಿ ಹೇಳುವಂತ ಹೆಣ್ಣು ಮಗಳು ಗುಣವಾಗ್ತಾ ಇದ್ದಾರೆ. യേശുവിൻ നാമത്തിൽ ഇന്ന് പകല് ಈ ಹಗಲಿನ ವೇಳೆ വർഷിണിയുടെ കുടുംബത്തിനകത്ത്, ವರ್ಷಿಣಿಯ ಕುಟುಂಬದ ಒಳಗಡೆ ഇന്ന് പകല് പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ಪರಿಶುದ್ಧಾತ್ಮನೆ ಬೆಳಗಿನ ವೇಳೆಯಲ್ಲಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ, കുഞ്ഞിന്റെ ഉച്ചം തല മുതൽ ഉള്ളങ്കാല് വരെ, ಆ ಮಗಳ ನಡುನೆತ್ತಿನಿಂದ ಅಂಗಾಲಿನವರೆಗೂ ഒരു സർപ്പം ചുറ്റിയിരിക്കുന്നത് ಒಂದು പോലെ ಸರ್ಪ ಸುತ್ತಿರುವ ಹಾಗೆ അവർ ആ കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തെ ഇല്ലാതാക്കി, ಆ ಮಗಳ ವಿದ್ಯಾಭ್ಯಾಸವನ್ನು ಇಲ್ಲದೆ ಹಾಗೆ ಮಾಡಿ, കുടുംബത്തെ ഇല്ലാതാക്കി, ಕುಟುಂಬವನ್ನು ഇಲ್ಲದೆ ಹಾಗೆ ಮಾಡಿ, ശാപം കൊണ്ടിടുന്ന ആരുടെ പേരാണ് വർഷിണി? യേശുവിൻ നാമത്തിൽ നിന്റെ വീട്ടിൽ നിന്ന് ശാപങ്ങൾ അഴിഞ്ഞു മാറുന്നു. ಮನೆಯಲ್ಲಿರುವ ಎಲ್ಲ ಶಾಪಗಳು ನೀಗಿ ಹೋಗ್ತದೆ. നിന്റെ കുഞ്ഞ് സൗഖ്യമാകും. ನಿನ್ನ ಮಗಳು ಸ್ವಸ್ಥಳಾಗ್ತಾಳೆ. നിന്റെ കുഞ്ഞിന് വിദ്യാഭ്യാസം കൊടുക്കും. ನಿನ್ನ ಮಗಳ ವಿದ್ಯಾಭ್ಯಾಸ ಮುಂದುವರಿಯುತ್ತದೆ. നിന്റെ കുഞ്ഞ് കോളേജിൽ പോകും. ನಿನ್ನ ಮಗಳು ಕಾಲೇಜಿಗೆ ಹೋಗ್ತಾಳೆ. 10ാം ക്ലാസ്സിൽ വച്ച് 10ನೇ ತರಗತಿಯಲ್ಲಿಟ್ಟೆ നിന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തെ നശിപ്പിച്ച്, ನಿನ್ನ ಮಗಳ ವಿದ್ಯಾಭ್ಯಾಸವನ್ನು ನಷ್ಟಪಡಿಸಿ, അല്ലെങ്കിൽ ഇനി അടുത്ത് പഠിക്കാൻ അനുവദിക്കത്തില്ല എന്ന് ಇನ್ನು ನೀನು ಮುಂದೆ ಓದೋದಕ್ಕೆ ಬಿಡುವುದಿಲ್ಲ ಎಂಬುದಾಗಿ വെല്ലുവിളിക്കുന്ന ಸವಾಲಾಗ್ತಾ ಇರುವಂತ സകല ശാപങ്ങളും ഇപ്പോൾ അഴിഞ്ഞു മാറുന്നു. ಎಲ್ಲ ಶಾಪಗಳು ಈಗ ಈ ವೇಳೆಯಲ್ಲಿ ನಾಶವಾಗಿ ಹೋಗ್ತಾ ಇದೆ. കരമടിച്ചു സ്തുതിച്ച് ಕರಗಳನ್ನ ತಟ್ಟಿ ಸ್ತೋತ್ರ ಮಾಡಿ, കുഞ്ഞിപ്പോൾ സൗഖ്യമാകും. ಈ ಮಗಳಿಗೆ ಸ್ವಸ್ಥವಾಗ್ತಾ ಇದೆ. ನಡುನೆತ್ತಿಂದ ಅಂಗಾಲಿನವರೆಗೆ പിശാച് കെട്ടിവച്ചിരിക്കുന്ന ಸೈತಾನನು ಬಂಧಿಸಿಟ್ಟಿರುವಂತ സകല കെട്ടുകളെയും ಎಲ್ಲ ಕಟ್ಟುಗಳು കർത്താവ് ഇപ്പോൾ അടിച്ചു മാറ്റുന്നു. ಕರ್ತನು ಮಾರ್ಪಡಿಸ್ತಾ ಇದ್ದಾನೆ. കരങ്ങളെ അടിച്ചു ಕರಗಳನ್ನು ತಟ್ಟಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡಿ.